ഭാര്യയെ പേടിച്ച് ബാങ്ക് കൊള്ളയടിക്കാൻ പോയ യുവാവ്. തൃശൂർ പോട്ടയിൽ നടന്ന ഈ കവർച്ചാ കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ തമാശയായി തോന്നിയെങ്കിലും കാര്യം അല്പം ഗൗരവമുള്ളതാണ്. പോട്ട സ്വദേശി റിജോ ആന്റണി എങ്ങനെയാണ് നാടറിയുന്ന കവർച്ചക്കാരനായി മാറിയത്? അതിന് പിന്നിൽ അയാളുടെ ആഡംബര ജീവിതവും വഴിവിട്ട സൗഹൃദങ്ങളുമൊക്കെ കാരണമായിട്ടുണ്ട്. വിദേശത്തുള്ള ഭാര്യ അയച്ചു നൽകിയിരുന്ന പണം റിജോ മദ്യപിച്ചും ആഘോഷിച്ചും ധൂർത്തടിച്ചു. ഭാര്യ നാട്ടിലെത്താറായപ്പോൾ പണത്തെക്കുറിച്ച് ചോദിക്കുമോ? വീട്ടിൽ കുടുംബ കലഹമുണ്ടാകുമോ? അങ്ങനെ പല ചിന്തകളുമായി അയാൾക്ക്. എന്തായാലും ഭാര്യയെ ഭയന്ന് കക്കാനിറങ്ങിയ റിജോ ഇപ്പോൾ പെട്ടമട്ടാണ്. ഇതോടൊപ്പം പത്തനംതിട്ട ജിതിൻ കൊലക്കേസും കോഴിക്കോട് ചാരിറ്റിയുടെ മറവിൽ നടന്ന പീഡനക്കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മമ്മൂട്ടി നായകനായ ഹിറ്റ്ലർ എന്ന സിനിമയിൽ സോമന്റെ ഡയലോഗ് മലയാളികൾ പലപ്പോഴും ഒരു തമാശയായി പറയാറുണ്ട്. അവരൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ പിന്മാറിയേനെ. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി പോലീസിനോട് പറഞ്ഞതാണിത്. ബാങ്ക് മാനേജർ മരമണ്ടനാണ്. കത്തി കാണിച്ചപ്പോഴേ അയാൾ മാറിയെന്നാണ് റിജോയുടെ മൊഴി. ഭാര്യയെ പേടിച്ച് ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയ ഈ റിജോ അല്ലേ യഥാർത്ഥത്തിൽ മരമണ്ടൻ? സാമാന്യം സമ്പന്നനായ റിജോ ഇനി കുറച്ചുനാൾ ജയിലിൽ കിടക്കട്ടെ. വിദേശത്തുള്ള ഭാര്യ നാട്ടിലെത്തിയാനുള്ള പ്രശ്നത്തെക്കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കട്ടെ. അതിവിദഗ്ധമായി കവർച്ച നടത്തിയ റിജോയ്ക്ക് എവിടെയാണ് പിഴച്ചത്? 500ഓളം CCTVകൾ നിരീക്ഷിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതി റിജോ ആന്റണി ഒറ്റക്കാസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും മറ്റു കണ്ടെത്തലുകളും നടത്താനായിട്ടില്ല. എങ്കിലും ആരെങ്കിലും സഹായിക്കാനുള്ള സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളിയ മട്ടുമില്ല. ബാങ്ക് ജീവനക്കാർ കത്തി കണ്ട് പേടിച്ചുവെന്നും എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറുമായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. പണം മുഴുവൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആവശ്യമുള്ള പണം കൈക്കലാക്കി ഉടൻ രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യമെന്നും റിജോ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. റിജോ പണം കടം വാങ്ങിയ സുഹൃത്തിന്റെ വീട്ടിലും ഫെഡറൽ ബാങ്ക് ശാഖയിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. ₹12 ലക്ഷം റിജോയുടെ വീട്ടിൽ നിന്നും 2,90,000 രൂപ റിജോ പണം തിരിച്ചു നൽകിയ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. മോഷണ സമയത്ത് ബാങ്കിന് സമീപം വന്ന മൊബൈൽ ഫോണുകളുടെ വിശദാംശങ്ങളാണ് റിജോയിലേക്ക് വഴി തുറന്നത്. ഒരു നിശ്ചിത നമ്പർ ടവർ ലൊക്കേഷനിൽ അടുപ്പിച്ചു വരുന്നതായി കണ്ട പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നീട് പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1000ഓളം CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ബാങ്കിൽ നിന്ന് കവർച്ച ചെയ്ത 15 ലക്ഷം രൂപയിൽ 10,000 രൂപയൊഴികെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പ്രതിക്ക് കഴിഞ്ഞുവെങ്കിലും സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള അന്വേഷണത്തിൽ പോലീസ് പിന്നീട് അതിനെ മറികടന്നു. ന്യൂസ് 18 തൃശൂർ. പത്തനംതിട്ട പെരുന്നാടെന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവമാണ് ജിതിൻ എന്ന യുവാവിന്റെ കൊലപാതകം. കേസിൽ 24 മണിക്കൂറിനുള്ളിൽ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. എന്നാൽ എന്തിനാണ് 8-അംഗ സംഘം ജിതിനെ ക്രൂരമായി വെട്ടിക്കൊന്നത്? അതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ? CIT പ്രവർത്തകനായ ജിതിനെ BJP RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയെന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസിന്റെ FIRൽ പറയുന്നു. ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ ആക്രമിക്കാനെത്തിയപ്പോഴാണ് ജിതിന് വെട്ടേറ്റതും മരണം സംഭവിച്ചതും.
ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കുത്തേറ്റാണ് CA2 പ്രവർത്തകനായ ജിതിൻ കൊല്ലപ്പെട്ടത്. പെരുന്നാട് മാമ്പാറ സ്വദേശിയായ ജിതിന് ഞായറാഴ്ച രാത്രി പെരുന്നാട് മടത്തുമൂഴി കൊച്ചുപാലത്തിന് സമീപത്തുണ്ടായ സംഘർഷത്തിലാണ് കുത്തേറ്റത്. ആദ്യം പെരുന്നാട് PHCയിലും തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഘർഷത്തിൽ മറ്റ് 2 പേർക്കും പരിക്കേറ്റു. കൊലപാതകം നടന്ന സമയം ജിതിനോടൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അഖിൽ, ശരൺ, ആരോമൽ എന്നീ പ്രതികളാണ് ആദ്യം പിടിയിലായത്. മുഖ്യപ്രതി വിഷ്ണു അടക്കം ബാക്കി 5 പ്രതികൾ മണിക്കൂറുകൾക്കകം പിടിയിലായി. നിഖിലേഷ്, സുമിത്ത്, മനീഷ്, മിഥുൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട 5 പ്രതികൾ നൂർനാട് നിന്നാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നും ആയുധങ്ങളും കണ്ടെത്തി. പോലീസ് FIRൽ കൊലപാതകത്തിന്റെ കാരണം രാഷ്ട്രീയമല്ലെന്നും യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷമാണെന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം CA2 പ്രവർത്തകനായ ജിതിനെ കൊലപ്പെടുത്തിയത് RSS BJP പ്രവർത്തകരാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രാവിന്റെ ആരോപണം. BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. അറസ്റ്റിലായ 8 പ്രതികളും BJPയുമായി ബന്ധമില്ലാത്തവരാണെന്ന് ജില്ലാ പ്രസിഡന്റ് BS സൂരജ് പറഞ്ഞു. ചില പ്രതികൾ CA2വിൽ തന്നെ ഉള്ളവരാണെന്നും BJP ആരോപിക്കുന്നു. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപ്പട്ടികയിലുള്ള നിഖിലേഷ് CA2 പ്രവർത്തകനാണെന്നും ഇയാൾക്കൊപ്പം ജിതിൻ മുമ്പ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും നിഖിലേഷിന്റെ അമ്മയും പറഞ്ഞു. ഇന്ന് വരെ എൻ്റെ കുഞ്ഞൊരു പാർട്ടിയിൽ ഇന്നേ വരെ കൊടി പിടിക്കാൻ പോയിട്ടില്ല. ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒരു കോളേജിലും പോയിട്ടില്ല. പിന്നെ ഈ മരിച്ച പയ്യന് എൻ്റെ കുഞ്ഞിന്റെ കൂട്ടുകാരനൊക്കെ അവന്റെ കൂടെ വന്ന് തടിമുറിക്കാനും വീട്ടിൽ വന്ന് ചോറും ഒക്കെ ഉണ്ടിട്ടുള്ള പയ്യനാണ്. ജിതിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ പെരുന്നാട്ടിൽ പ്രകടനം നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. ചാരിറ്റിയുടെയും ആത്മീയതയുടെയും മറവിൽ എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. കോഴിക്കോട് ഒരു യുവതിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ചാരിറ്റിയുടെ പേരിലാണ്. കുറ്റിക്കാട്ടൂർ സ്വദേശിനിയായ യുവതിയുടെ പിതാവിൻ്റെ ചികിത്സയ്ക്കായി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം. മലപ്പുറം സ്വദേശി വാഖിയത്ത് കോയക്കെതിരെയാണ് പരാതി. ഇയാൾ പല വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ശബ്ദരേഖയടക്കം പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം യുവതിയുടെ പിതാവ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ആശുപത്രി ബിൽ അടയ്ക്കാൻ പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. പിതാവിന്റെ ഡിസ്ചാർജിന് ആവശ്യമായ പണം നൽകാമെന്ന വാഗ്ദാനവുമായാണ് മലപ്പുറം സ്വദേശിയായ വാഖിയത്ത് കോയ യുവതിയെ സമീപിച്ചത്. എന്നാൽ മോശമായ സമീപനമാണ് ഇയാളിൽ നിന്നുണ്ടായതെന്ന് യുവതി പറയുന്നു. 26-ാം തീയതി ഇങ്ങനെ അതിന് തലേന്ന് ഇതിങ്ങനെ ഉപ്പന്റെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മെയിനായിട്ട് പറഞ്ഞത് എന്നെ പഠിത്തത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന് ഒക്കെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ സ്വർണവും പണമൊക്കെ തരാം അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്താ ഇവർ പറയുന്ന ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂപ്പര് ഒക്കെ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങിയത്, അതായത് മരുന്ന് കൊടുത്തിട്ട് വയനാട്ടിലേക്ക് നമുക്ക് പോവാം, വയനാട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ റൂം എടുത്തിട്ട് ഇങ്ങനെ ശരീരം തമ്മിൽ ഒന്നായാലേ എനിക്ക് എന്തും മടി കൂടാണ്ട് എന്നോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാത്ത കാരണം അപ്പം എൻ്റെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, കൈ കോർത്ത് പിടിച്ചു. പിന്നെ എനിക്ക് അവളുടെ ഉമ്മയും തന്നായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തി അവിടെ നിർത്തിയിട്ടപ്പം പെട്ടെന്ന് തന്നെ കയറി പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ വേഗം കാറ് തുറന്ന് ഞാൻ വേഗം റൂമിലേക്ക് പോവാ ചെയ്തത്. ഇയാൾ വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദരേഖ അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ മേഖലയും നോക്കി മോളെ. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല. അതാണ് എൻ്റെ വിഷയം. കാരണം നിന്നെ മനസ്സ് വേദനിപ്പിക്കാതിരുന്ന് നിന്നൊന്ന് ലാളിക്കാനൊക്കെ താല്പര്യമുണ്ട്. അതിനൊന്നും ഇപ്പം നീ തയ്യാറല്ല. നിനക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള കണ്ടീഷനാണ്. എന്നാലും ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒത്തുവരണ്ടേ. പെൺകുട്ടിയുടെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. പരാതിക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തി. നഗരത്തിലെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് പണം അടച്ചതിനെ തുടർന്ന്
കുട്ടിയുടെ പിതാവിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളും റീൽസുകളും കണ്ട് ആരാധന മൂത്ത നിരവധി പേരാണ് ചതിക്കുഴികളിൽ വീഴുന്നത്. AI ടൂളുകളും ഫിൽറ്ററുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റീൽസുകളുടെ മോഹവലയത്തിൽപ്പെട്ട് കെണിയിൽ വീഴുന്നതിൽ അധികവും കൗമാരക്കാരാണ്. കൊല്ലം ഓയൂരിൽ 9ാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിന് കാരണവും സോഷ്യൽ മീഡിയയിലെ ചതിയാണ്. കേസിൽ വിളക്കുടി സ്വദേശി യദുകൃഷ്ണനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടാണ് പെൺകുട്ടി പരിചയത്തിലാകുന്നതും ലൈംഗിക പീഡനത്തിന് ഇരയായതും. യദുകൃഷ്ണന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ റീൽസുകളുടെ സ്ഥിരം കാഴ്ചക്കാരിയായിരുന്നു പീഡനത്തിനിരയായ കുട്ടി. ഇവർ തമ്മിലുള്ള സൗഹൃദം വഴിവിട്ട ബന്ധത്തിലേക്ക് എത്തിയതോടെ കുട്ടി പഠനത്തിലും പിന്നോട്ട് പോയി. കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകൻ സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കൊട്ടാരക്കര പൂയപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിളക്കുടി സ്വദേശി യദുകൃഷ്ണൻ പിടിയിലായത്. ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയത്തിലായ ശേഷം ജില്ലയുടെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പൂയപ്പള്ളി സബ് ഇൻസ്പെക്ടർ ബിജു STയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് യദുകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള പരാതികളിൽ ഏറ്റവും ഗുരുതര സ്വഭാവവും ശക്തമായ തെളിവുകളുമുള്ള കേസ്. നടൻ സിദ്ദിഖിനെ കുടുക്കിയത് 8 വർഷം മുൻപ് നടന്നൊരു പീഡനമാണ്. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള സിദ്ദിഖിന്റെ പടിയിറക്കത്തിന് വഴിവെച്ച ബലാത്സംഗ പരാതി ശരിയെന്നുറപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് യുവനടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയതായി തെളിവ് നിരത്തി കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുന്നു. 2016 ജനുവരി 28-ന് തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിലെ മുറിയിലായിരുന്നു പീഡനം. സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനായി എത്തിയ നടിയെ സിദ്ദിഖ് ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പ്രിവ്യൂ കാണാൻ നടിയെയും കുടുംബത്തെയും സിദ്ദിഖ് ക്ഷണിച്ചതിനും യുവനടി മാസ്കോട്ട് ഹോട്ടലിൽ എത്തിയതിനും സിദ്ദിഖ് അന്ന് അവിടെ താമസിച്ചതിനും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളുമുണ്ടെന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് പരാതി എന്നതായിരുന്നു സിദ്ദിഖ് ആരോപണം നിഷേധിക്കാൻ നിർത്തിയ പ്രധാന വാദം. യുവതി സമാന ആരോപണം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും തന്റെ പേരില്ലെന്നും വാദിക്കുന്നു. ഇതിനുള്ള മറുപടിയും കുറ്റപത്രത്തിലുണ്ട്. ബലാത്സംഗത്തിനു ശേഷം യുവതി എറണാകുളത്ത് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു. ഈ ഡോക്ടറോട് അന്ന് തന്നെ പീഡന വിവരം വെളിപ്പെടുത്തിയെന്നും ഡോക്ടർ മൊഴി നൽകിയെന്നുമാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയെടുത്ത കേസുകളിൽ ഏറ്റവും ശക്തമായ തെളിവുള്ള കേസെന്ന വിശ്വാസത്തോടെയാണ് പ്രത്യേക സംഘം അന്വേഷണം പൂർത്തിയാക്കിയത്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ കോടതിയിൽ സമർപ്പിക്കും.
ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുംമൂട്ടിലെ ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിൻ്റെ പരാക്രമം. ചെമ്പരത്തിവിള സ്വദേശി അനീഷാണ് അയൽവീടുകളിൽ പോയി അക്രമം കാട്ടിയത്. 3 യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയാണ് സംഭവം. താമസ സ്ഥലത്തിന് സമീപമുള്ള 3 യുവാക്കളെ വീടുകളിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതി അനീഷിനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലും അക്രമാസക്തനായി പെരുമാറിയതോടെ ഇയാളെ പിന്നീട് ഊളൻപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. മർദ്ദനത്തിൽ 3 യുവാക്കൾക്കും പരിക്കുണ്ട്. ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്നാണ് ഇയാൾ പോലീസിനോടും പറഞ്ഞത്. ചെമ്പരത്തിവിള സ്വദേശിയായ അനീഷ് ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് വിവരം. ഇയാൾക്ക് നേരത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. രാത്രി വീട്ടിൽ പോകാൻ ബസ്സില്ലാത്തതിനാൽ KSRTC ബസ് മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവ്. പത്തനംതിട്ട തിരുവല്ലയിലാണ് ഈ കൗതുകമുള്ള കഥ. എന്നാൽ പോലീസിന്റെ പിടിയിലായപ്പോൾ കളി കാര്യമായി. തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആഞ്ഞിലിത്താനം സ്വദേശി ജെബിനെ മറ്റ് യാത്രക്കാരും സെക്യൂരിറ്റിയും ചേർന്നാണ് പിടികൂടിയത്. പിന്നാലെ പോലീസിന് ഇയാളെ കൈമാറുകയായിരുന്നു. മദ്യലഹരിയിലാണ് പ്രതി ബസ് മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഞായറാഴ്ച രാത്രി 10:30യോടെയാണ് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓർഡിനറി ബസ് തട്ടിക്കൊണ്ടുപോകാൻ ജെബിൻ ശ്രമിച്ചത്. ബസ് പുറകോട്ടെടുക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ സ്റ്റാൻഡിലെ യാത്രക്കാരും സെക്യൂരിറ്റിയും ബഹളം വെച്ചു. ഇതോടെ ബസ് നിർത്തി രക്ഷപ്പെടാനായി ഇയാളുടെ ശ്രമം. മദ്യലഹരിയിലായിരുന്ന ജെബിനെ ചുറ്റും കൂടിയവർ തടഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. രാത്രിയിൽ വീട്ടിൽ പോകാൻ ബസ്സില്ലാത്തതിനാലാണ് ബസ് എടുത്തത് എന്നാണ് പ്രതി പോലീസിനോട് മൊഴി നൽകിയത്. മോഷണക്കുറ്റത്തിന് ജെബിനെതിരെ കേസെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ആരെ കൊന്നാലും കൊലയാളികളെ രക്ഷിക്കാൻ ഇവിടെ സർക്കാരും ഭരണ സംവിധാനങ്ങളുമുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വാരിക്കോരി പണം നൽകിയ നടപടി വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾക്ക് പരോൾ നൽകാൻ സർക്കാരിൻ്റെ നീക്കം. 8-ാം പ്രതി സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ജീവപര്യന്ത ശിക്ഷ വിധിച്ച് 1 മാസം തികയും മുൻപാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കം. പതിനാല് പ്രതികളെയാണ് ശിക്ഷിച്ചത്. ഇതിൽ 10 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിലുള്ള 2 പ്രതികളാണ് ഇപ്പോൾ പരോളിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 8-ാം പ്രതി സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് ജനുവരി 21, 22 തീയതികളിലായി അപേക്ഷ സമർപ്പിച്ചത്. കേസിൽ ശിക്ഷ വിധിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് പരോളിനായുള്ള അപേക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളുടെ പരോൾ അപേക്ഷയിന്മേൽ അധികൃതർ നടപടി ആരംഭിച്ചു. പാർട്ടി മാത്രമല്ല, സർക്കാർ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നത് അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ന്യൂസ് 8നോട് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് എത്ര 1000 ദിവസമോ മറ്റോ പരോൾ നൽകിയ സർക്കാരല്ലേ ഇത്. അപ്പോൾ എങ്ങനെയെങ്കിലും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനുള്ള ഒറ്റ തീരുമാനത്തിലാണ് സർക്കാർ പോകുന്നത്. ഇവരെ ഒക്കെ അവരെ ജയിലിലിട്ടിട്ട് ഈ ക്രിമിനലുകളെ
അവരെ തെറ്റ് കണ്ടവരെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ നേരെ തിരിച്ച് ഇവരെ രക്ഷിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു അവസ്ഥയാണ് ഈ കേരളത്തിൻ്റെത്. അതേസമയം പരോൾ അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. എന്നാൽ 2 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചാൽ പ്രതികൾക്ക് പരോളിന് അർഹതയുണ്ടെന്നാണ് ജയിൽ അധികൃതരുടെ വാദം. ജയിൽ ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നാട്ടിൽ കവർച്ചാ സംഘങ്ങൾ വിലസുമ്പോൾ വഴിയാത്രക്കാർ സൂക്ഷിക്കണം. ഇരുചക്ര വാഹനങ്ങളിലെത്തി മാല കവരുന്ന സംഘങ്ങൾ പലയിടങ്ങളിലും പതിയിരിക്കുന്നുണ്ട്. ഇടുക്കിയിൽ വീട്ടമ്മയുടെ കണ്ണിൽ മുളകുപൊടിഞ്ഞെറിഞ്ഞ ശേഷം 3 പവൻ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തത് 2 അംഗ സംഘമാണ്. കേസിൽ തൃശൂർ സ്വദേശി അലൻ, തൊടുപുഴ സ്വദേശി ആനന്ദ് എന്നിവരെ പോലീസ് പിടികൂടി. ആലപ്പുഴ മാന്നാറിൽ അലന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം തൊടുപുഴ മണക്കാടിന് സമീപം തോട്ടിൽ കുളിക്കാനെത്തിയ വീട്ടമ്മയുടെ മാലയാണ് കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ ശേഷം പ്രതികളായ അലനും ആനന്ദും പൊട്ടിച്ചെടുത്തു കടന്നത്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ വീട്ടമ്മ ഭർത്തൃമാതാവിനും കുട്ടിയോടൊപ്പവുമാണ് തോട്ടിൽ തുണിയലക്കാനും കുളിക്കാനുമായി എത്തിയത്. ഈ സമയത്ത് പ്രതികളിൽ ഒരാളെത്തി മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പ്രതികൾ സ്കൂട്ടറിൽ പ്രദേശത്ത് നിന്ന് കടന്നു. മോഷണം നടത്തുന്നതിനായി 2 ദിവസമായി പ്രതികൾ പ്രദേശത്ത് നിരീക്ഷണം നടത്തി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് നടത്തിയ പരിശോധനയിൽ അപരിചിതരായ 2 പേർ ഹെൽമെറ്റ് ധരിച്ച് പ്രദേശത്ത് കറങ്ങുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ പോലീസിന് ആദ്യഘട്ടത്തിൽ മോഷ്ടാക്കളെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്ന് കടന്നയാളുകളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. മോഷണം ആസൂത്രണം ചെയ്ത അലൻ പോക്സോ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ മോഷണം നടത്തിയ സ്ഥലത്തും മാന്നാറിലെ പെൺസുഹൃത്തിന്റെ വീട്ടിലുമെത്തിച്ച് തെളിവെടുത്തു. അപഹരിച്ച സ്വർണ്ണമാലയും കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൊടുപുഴ. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ചൂഷണവും ജോലി സമ്മർദ്ദവും നടക്കുന്നത് ബാങ്കിംഗ് മേഖലയിലാണ്. വലിയ പിരിമുറുക്കത്തോടെയാണ് പലരും ബാങ്കുകളിൽ ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ജീവനക്കാരനെ മേലുദ്യോഗസ്ഥൻ ജാതീയമായി അധിക്ഷേപിച്ചെന്ന ഒരു പരാതിയെക്കുറിച്ച് കേട്ടു. ചീഫ് റീജിയണൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നിവർക്കെതിരെയാണ് പരാതി. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം പരാതി ഉയർന്നതോടെ ന്യായീകരണവുമായി രംഗത്തെത്തിയ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആരോപണം നിഷേധിക്കുകയാണ്. കൊച്ചി റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് പരാതി. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലുള്ള ജീവനക്കാരനെ നിരന്തരം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പരാതിപ്പെട്ടപ്പോൾ സ്ഥലം മാറ്റിയെന്നുമാണ് ആരോപണം. ആൾ അഹമ്മദാബാദിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തിയേക്കുന്നതിന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കി നിന്നെ ജോലി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നിതീഷ് കുമാർ സിൻഹ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ ചെന്നാൽ നിനക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. മേലുദ്യോഗസ്ഥർക്ക് ചായയും മരുന്നും വാങ്ങാൻ പറഞ്ഞയക്കുന്നതും പതിവായിരുന്നു. എതിർത്തപ്പോൾ കൈകൊണ്ട് പുറത്താഞ്ഞടിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും AGM കശ്മീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ആളോട് ചായ വാങ്ങിച്ചു തരിക, പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സ്കെയിൽ 1 അസിസ്റ്റന്റ് മാനേജറാണ്. ആളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആറോയിൽ കുറേ ചെടിയൊക്കെ ഉണ്ട്, അതിന് വെള്ളം ഒഴിക്കുക, അതിൻ്റെ സ്ഥാനം മാറ്റി വെക്കുക, രാത്രി ആകുമ്പോഴത്തേക്കും കീടനാശിനി അടിച്ചിട്ട് പോവുക. പിന്നെ ആളുടെ വൈഫിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക്, വേറൊരു ബാങ്കിൻ്റെ പാസ്ബുക്ക് റെഡിയാക്കാനായിട്ട് വിടുക. മകള് അവധിക്ക് വന്നപ്പോൾ മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറയുക. പിന്നെ ഇതുപോലെ ആളുടെ ഇതൊക്കെ വർക്കിംഗ് അവേഴ്സിലാണ്. അധിക്ഷേപം സഹിക്കാനാകാതെ വന്നതോടെ ഡിസംബറിൽ പരാതി നൽകിയെങ്കിലും
ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയായി സ്ഥലം മാറ്റി. ഇതോടെയാണ് കുടുംബം വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെയും കണ്ട് പരാതി നൽകി. SC/ST പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രവാസി സിൻഡിക്കേറ്റ് ഗോൾഡ് ലോൺ ആൻഡ് മണി ട്രാൻസ്ഫർ തട്ടിപ്പുകേസിലെ പ്രതിയായ തൃശൂർ സ്വദേശി ബേബി പിടിയിൽ. അന്തിക്കാടുള്ള വീട്ടിൽ നിന്ന് ചാവക്കാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. മോഷണക്കേസിലെ പ്രതി കഞ്ചാവുമായി പോലീസിന്റെ പിടിയിൽ. പെരുമ്പഴുതൂർ സ്വദേശി കഞ്ചാവു ലാലു എന്ന് വിളിക്കുന്ന ശ്യാംകുമാറാണ് പിടിയിലായത്. പൂവാറിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. അരുമാനൂർ സ്വദേശിയായ അച്ചുവിനെ മർദ്ദിച്ച കേസിൽ അരുമാനൂർ സ്വദേശികളായ മോനു GS ദാസ്, ദേവൻ, ജിത്തു എന്നിവരാണ് പിടിയിലായത്. വിദേശത്തുള്ള ഭാര്യയുടെ പണം കൊണ്ട് നാട്ടിൽ പണിയൊന്നും എടുക്കാതെ ധൂർത്തടിച്ച് ജീവിക്കുന്ന പല ഭർത്താക്കന്മാരെയും നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാം. തൃശൂർ പോട്ടയിലെ ബാങ്ക് കവർച്ചാക്കേസ് പ്രതി റിജോയുടെയും ജീവിതം ഇങ്ങനെയായിരുന്നു. നാട്ടിൽ കൂട്ടുകാർക്കൊപ്പം ആഘോഷം, മദ്യപാനം പതിവ്, പോരാത്തതിന് വഴിവിട്ട പല ഇടപാടുകളും. പള്ളിപ്പെരുന്നാളിന് സുഹൃത്തുക്കൾക്കൊപ്പം പാട്ടും ഡാൻസുമായി ആഘോഷം കഴിഞ്ഞാണ് പിറ്റേന്ന് റിജോ ബാങ്കിൽ കവർച്ചയ്ക്കിറങ്ങിയത്. ഒടുവിൽ പോലീസിന്റെ പിടിയിലുമായി. നാട്ടിൽ സൽപ്പേരുണ്ടായിരുന്ന റിജോ മാത്രമല്ല ഇവിടെ നാണം കെട്ടത്, അയാളുടെ കുടുംബവും കുട്ടികളുമൊക്കെയാണ്. വീടും കുടുംബവും ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെ ധൂർത്തടിച്ച് ജീവിക്കുന്നവർക്ക് റിജോയുടെ കഥ ഒരു പാഠമാകട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.